ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഇത്രസ് വണ്ടർലാൻഡ്. 5ാം ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളുടെ 5th യൂണിറ്റായ റൂറൽ വൈബ്സാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. റൂറൽ വൈബ്സ് എന്ന് പറഞ്ഞാൽ ഗ്രാമീണ ഭംഗിയും ഗ്രാമീണ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇപ്പോൾ നമുക്കറിയാം വൈബ്സിൻ്റെ കാലമാണല്ലേ. ഇവിടെ നമുക്ക് ഒരു പിക്ചർ കാണാം. ഫസ്റ്റ് പേജിൽ തന്നെ ഒരു ഗ്രാമത്തിൻ്റെ ഭംഗി കാണിക്കുന്ന നല്ലൊരു പിക്ചറാണ്. അവിടെ നമുക്ക് നെല്ല് മെതിക്കുന്നത് കാണാം, കാളകൾ ഉപയോഗിച്ചിട്ട് നിലമുഴുന്നത് കാണാം. അതിന് താഴെയായിട്ട് ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട്. ദ ഫസ്റ്റ് ഫോം ഓഫ് കൾച്ചർ ഈസ് അഗ്രികൾച്ചർ. സംസ്കാരത്തിൻ്റെ ആദ്യ രൂപം എന്ന് പറഞ്ഞത് അഗ്രികൾച്ചറാണ്. അത് പറഞ്ഞിരിക്കുന്നത് വിൽ ഡ്യൂറൻ്റ് എന്ന് പറഞ്ഞ ആളാണ്. നെക്സ്റ്റ് പേജിൽ നമുക്കൊരു പിക്ചർ കാണാം. അവിടെ ഒരു വീടുണ്ട്, അതിനടുത്തായിട്ടൊരു തെങ്ങുണ്ട്. അതിന് അടുത്തുള്ള കുറേ സ്ഥലങ്ങൾ ഒന്നുമില്ലാതെ തരിശായി കിടക്കുന്ന ഒരു സ്ഥലം കാണാം. അതിന് താഴെയായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഒന്ന് വായിക്കാം. വാട്ട് ഡു യു സീ ഇൻ ദ പിക്ചർ? നിങ്ങൾ എന്താ പിക്ചറിൽ കാണുന്നത്? ചിത്രത്തിൽ എന്താ കാണുന്നത്? ഡോണ്ട് യു സീ ദ ബാരൻ ലാൻഡ് ബിസൈഡ് ദ ഹൗസ്? ആ വീടിനോട് ചേർന്ന് കിടക്കുന്ന തരിശായി കിടക്കുന്ന ഒന്നുമില്ലാതെ കിടക്കുന്ന ഒരു സ്ഥലം നിങ്ങൾ കണ്ടില്ലേ? ഹാവ് യു നോട്ടീസ്ഡ് സിമിലർ പ്ലോട്ട്സ് ഓഫ് ലാൻഡ് നിയർ യുവർ ഹൗസ്? നിങ്ങളുടെ വീടിനടുത്ത് എവിടെയെങ്കിലും ഇതുപോലുള്ള തരിശായി കിടക്കുന്ന ഭൂമിയുണ്ടോ, സ്ഥലമുണ്ടോ? ഹൗ ക്യാൻ വി മേക്ക് സച്ച് പ്ലേസസ് യൂസ്ഫുൾ? എങ്ങനെയാണ് നമുക്ക് ഈ സ്ഥലങ്ങളെല്ലാം ഉപയോഗപ്രദമാക്കാൻ കഴിയുന്നത്? കൾട്ടിവേറ്റിംഗ് ദ ലാൻഡ് വുഡ് ബി എ വെൽക്കം സ്റ്റെപ്പ്. ഭൂമി കൃഷിക്ക് അനുയോജ്യമാക്കി മാറ്റുക എന്നുള്ളത് ഒരു സ്വാഗതാർഹമായ നടപടി തന്നെയാണ് അല്ലേ? വാട്ട് ആർ ദ ക്രോപ്സ് കൾട്ടിവേറ്റഡ് ഇൻ യുവർ ലൊക്കാലിറ്റി? നിങ്ങളുടെ സ്ഥലത്ത്, നിങ്ങളുടെ പ്രദേശത്ത് കാണപ്പെടുന്ന കൃഷികൾ എന്തൊക്കെയാണ്? എന്തൊക്കെ സാധനങ്ങളാണ് നിങ്ങളുടെ സ്ഥലത്ത് കൃഷി ചെയ്യുന്നത്? ഇത്രയും ചോദ്യങ്ങളാണ് ഇവിടെ ഇൻട്രൊഡക്ഷനിൽ കൊടുത്തിരിക്കുന്നത്. ഇന്ന് നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. നൗ ലെറ്റ്സ് റീഡ് ദ സ്റ്റോറി ഓഫ് എ ഗേൾ പാറു ഹു ലവ്ഡ് ദ പാഡി ഫീൽഡ്സ്. നെൽവയലുകളെ ഇഷ്ടപ്പെട്ട പാറു എന്നു പേരുള്ള ഒരു പെൺകുട്ടിയുടെ കഥയാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. സീഡ് ആൻഡ് സോയിൽ എന്താണ് ചാപ്റ്ററിൻ്റെ പേര്. അതിൻ്റെ അർത്ഥം വിത്തും മണ്ണും. ഹെർ നെയിം വാസ് പാർവതി. ഹെർ ഫോക്സ് ആൻഡ് നൈബേഴ്സ് കോൾഡ് ഹെർ പാറു. അവളുടെ പേര് പാർവതി എന്നാണ്. അവളുടെ അയൽവാസികളും നാട്ടുകാരും ഒക്കെ അവളെ വിളിച്ചിരുന്നത് പാറു എന്നാണ്. ദർ വർ പാഡി ഫീൽഡ്സ് ഓൾ എറൗണ്ട് ഹെർ ഹൗസ്. അവളുടെ വീടിന് ചുറ്റും നെൽവയലുകളുണ്ട്. ഷീ ലവ്ഡ് ദ ഫീൽഡ്സ്, ദ ട്രീസ് ആൻഡ് ദ പ്ലാന്റ്സ്. അവൾ നെൽവയലുകളെയും മരങ്ങളെയും ചെടികളെയൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. ഷീ ഓൾവേസ് കെയർഡ് ഫോർ ഓൾ ദ ലിവിങ് തിങ്സ് എറൗണ്ട് ഹെർ. അവളുടെ ചുറ്റുമുള്ള ജീവനുള്ള എല്ലാ വസ്തുക്കളെയും അവൾ നന്നായിട്ട് കെയർ ചെയ്തിരുന്നു, നന്നായി ശ്രദ്ധിച്ചിരുന്നു. പാറൂസ് മദർ ഹാഡ് ഡൈഡ് ഓഫ് എ റെയർ ഡിസീസ് ഇയേഴ്സ് എഗോ. വർഷങ്ങൾക്ക് മുമ്പ് ഒരു അപൂർവ രോഗം വന്ന് മരിച്ചുപോയതാണ് പാറുവിൻ്റെ അമ്മ. പാറു റിയലി മിസ്ഡ് ഹെർ മദർ വെരി മച്ച്. ശരിക്കും അവൾ നന്നായിട്ട് അവൾ അമ്മയെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഷീ ഓഫൺ റിമെമ്പേഴ്സ് ദ വേർഡ്സ് ഓഫ് ഹെർ മദർ, നേച്ചർ ഈസ് അവർ മദർ. പാറു ഇടയ്ക്ക് അമ്മ എപ്പോഴും പറയാറുള്ള വാക്കുകൾ ഓർക്കാറുണ്ട്. അമ്മ പറയാറുണ്ടായിരുന്നു, നേച്ചർ ഈസ് അവർ മദർ, പ്രകൃതിയാണ് നമ്മുടെ അമ്മ എന്ന് അവളുടെ അമ്മ എപ്പോഴും പറയാറുണ്ടായിരുന്നു. പാറൂസ് ഫാദർ വുഡ് ഓഫൺ കൺസോൾ ഹെർ. അവളുടെ അച്ഛൻ, പാറുവിൻ്റെ അച്ഛൻ അവളെ ആശ്വസിപ്പിക്കാറുണ്ട്. നെവർ തിങ്ക് അമ്മ ഈസ് ഗോൺ. അമ്മ ഒരിക്കലും നമ്മളെ വിട്ടു പോയി എന്ന് നമ്മൾ ചിന്തിക്കാൻ പാടില്ല. ഷീ ഈസ് വിത്ത് അസ്. അവൾ നമ്മളോടൊപ്പം തന്നെ ഉണ്ട്. പാറൂസ് ഗ്രാൻഡ് മദർ ഓൾസോ ഡിഡ് എവറിതിങ് ഷീ കുഡ് മേക്ക് ഹെർ ചിയർഫുൾ. പാറുവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കഴിയുന്നതെല്ലാം ചെയ്യുന്ന ഒരു ഗ്രാൻഡ് മദറും ഉണ്ട് അവൾക്ക്. ഷീ ഫോളോഡ് ഹെർ ലൈക്ക് എ ഷാഡോ. പാറു എപ്പോഴും ഒരു നിഴൽ പോലെ ഗ്രാൻഡ് മദറിനെ ഫോളോ ചെയ്തു. പാറു ലവ്ഡ് ഹെർ ഗ്രാൻഡ് മദർ വെരി മച്ച്. അവൾക്ക് ഗ്രാൻഡ് മദറിനെ വളരെയധികം ഇഷ്ടമായിരുന്നു. ഷീ കോൾഡ് ഹെർ എച്ചു അമ്മ. അവൾ ഗ്രാൻഡ് മദറിനെ വിളിച്ചിരുന്നത് എച്ചു അമ്മ എന്നാണ്. ഇതാണ് ഫസ്റ്റ് പാരഗ്രാഫ്. എല്ലാവർക്കും മനസ്സിലായോ? ഇനിയൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നോക്കാം. നെവർ തിങ്ക് അമ്മ ഈസ് ഗോൺ, ഷീ ഈസ് വിത്ത് അസ്. അമ്മ പോയി എന്നൊരിക്കലും ചിന്തിക്കരുത്, അവരെപ്പോഴും നമ്മുടെ കൂടെ തന്നെയുണ്ട്. വൈ ഡിഡ് പാറൂസ് ഫാദർ സേ സോ? എന്തുകൊണ്ടാണ് പാറുവിൻ്റെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞത്? എന്തുകൊണ്ടായിരിക്കും ഫാദർ ഇങ്ങനെ പറഞ്ഞത്? അവളെ ആശ്വസിപ്പിക്കാനായിരിക്കില്ലേ? അപ്പോൾ നമുക്ക് ആൻസർ എങ്ങനെ എഴുതാം? പാറൂസ് ഫാദർ സെഡ് ദിസ് ടു മേക്ക് പാറു ചിയർഫുൾ ഓർ ടു കൺസോൾ ഹെർ. അവളെ ആശ്വസിപ്പിക്കാനോ അവളെ സന്തോഷിപ്പിക്കാനോ വേണ്ടിയായിരിക്കാം അച്ഛൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. ഇതിന് താഴെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. പാറുവിൻ്റെ വീടും അതിന് ചുറ്റുമുള്ള വയലുകളും കുന്നുകളൊക്കെ കാണിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ? നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോകാം. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. വൺ ബ്രൈറ്റ് ഡേ പാറൂസ് ഫാദർ വെൻറ്റ് ഓൺ എ ജേണി ഫാർ അവേ. നല്ല തിളക്കമുള്ളൊരു ദിവസം പാറുവിൻ്റെ അച്ഛൻ ദൂരെ എവിടെയോ യാത്രയ്ക്ക് പോയി. ടുഡേ ഐ ഷൽ ഗോ വിത്ത് ഗ്രാൻഡ്മ ടു ദ ഫീൽഡ്സ്. ഇന്ന് ഞാൻ ഗ്രാൻഡ്മയുടെ കൂടെ വയലിലേക്ക് പോകും. പാറു സെഡ് ടു ഹെർസെൽഫ്. പാറു അവളോട് തന്നെ പറഞ്ഞു. ഷീ അപ്രോച്ച്ഡ് ഹെർ ഗ്രാൻഡ്മ. അവൾ നേരെ ഗ്രാൻഡ്മയുടെ അടുത്തേക്ക് പോയി. എച്ചുവമ്മ വാസ് സിറ്റിംഗ് ഓൺ ദ വരാന്ത. എച്ചുവമ്മ വരാന്തയിലിരിക്കുകയായിരുന്നു. വൈ ഡോണ്ട് വി ഗോ ടു ദ ഫീൽഡ്സ് ടുഡേ? എന്തുകൊണ്ട് നമുക്കൊന്ന് വയലിൽ പോയിക്കൂടാ? പാറു ചോദിച്ചു. ഷുവർ,
ലെറ്റ്സ് ഗോ. അതിനെന്താ, നമുക്ക് പോകാമല്ലോ. യച്ചുവമ്മ റിപ്ലൈഡ്. യച്ചുവമ്മ മറുപടി പറഞ്ഞു. വിത്തൗട്ട് അനദർ വേർഡ് ദേ സ്റ്റാർട്ടഡ് ടുവേർഡ്സ് ദ ഫീൽഡ്സ്. പിന്നെ ഒന്നും പറയാതെ അവർ നേരെ വയലിലേക്ക് പോകാൻ തുടങ്ങി. സെക്കൻഡ് പാരഗ്രാഫ് കൂട്ടുകാർക്ക് മനസ്സിലായോ? ഇനി നമുക്ക് തേർഡ് പാരഗ്രാഫിലേക്ക് പോകാം. ദേ സ്റ്റുഡ് അറ്റ് ദ എഡ്ജ് ഓഫ് ദ ഫീൽഡ് ആൻഡ് ലുക്ക്ഡ് ഔട്ട് അറ്റ് ദ വാസ്റ്റ് സ്ട്രെച്ച് ഓഫ് പാഡി ഫീൽഡ്സ്. അവർ വയലിൻ്റെ ഒരറ്റത്ത് നിന്ന് വിശാലമായി പരന്നു കിടക്കുന്ന നെൽവയലുകൾ നോക്കി. ഇറ്റ് വാസ് കവേർഡ് വിത്ത് മഡി വാട്ടർ. അത് ചെളിവെള്ളം നിറഞ്ഞു കിടക്കുകയായിരുന്നു. എ വാം ബ്രീസ് മെയ്ഡ് റിപ്പിൾസ് ഓൺ ദ സർഫസ്. ഒരു ചെറിയ ഇളം കാറ്റ് ഈ ചെളിവെള്ളത്തിന് മുകളിൽ ഓളങ്ങൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ദ എയർ വാസ് എലൈവ് വിത്ത് ദ കോൾ ഓഫ് ബേർഡ്സ്. പക്ഷികളുടെ വിളികൾ കൊണ്ട്, പക്ഷികളുടെ ശബ്ദം കൊണ്ട് എയർ നല്ല എലൈവായി, നല്ല സജീവമായി നിൽക്കുന്നുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരുപാട് പക്ഷികൾ ശബ്ദം ഉണ്ടാക്കിയിട്ട് എയറിലിങ്ങനെ പറന്ന് കളിക്കുന്നുണ്ടായിരുന്നു. എ റോ ഓഫ് മെൻ ആൻഡ് വുമൺ വെർ പ്ലാന്റിംഗ് ദ പാഡി സീഡ്ലിങ്സ്. ഒരു വരി പുരുഷന്മാരും സ്ത്രീകളും നെൽച്ചെടികളുടെ തൈകൾ നടുന്നുണ്ടായിരുന്നു. ദേ വർ ഹമ്മിങ് ആൻ ഓൾഡ് ഫോക്ക് സോങ്. അവരൊരു നാടോടിപ്പാട്ട് മൂളുന്നുണ്ടായിരുന്നു. ഗ്രാൻഡ് മാ ലെറ്റ്സ് ജോയിൻ ദം. ഗ്രാൻഡ് മാ, നമുക്ക് അവരുടെ കൂടെ കൂടിയാലോ? സെഡ് പാറു. പാറു പറഞ്ഞു. പാറു ഹെൽഡ് ഗ്രാൻഡ് മാസ് ഹാൻഡ് ലവിംഗ്ലി ആസ് ദേ വെൻറ്റ് ഡൗൺ ഇൻ ടു ദ ഫീൽഡ്. പാറു ഗ്രാൻഡ്മയുടെ കൈ മുറുകെ പിടിച്ചു. അവർ ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ പാറു ഗ്രാൻഡ് മദറിൻ്റെ കൈ പിടിച്ച് വയലിലേക്ക് ഇറങ്ങി. ഇതാണ് തേർഡ് പാരഗ്രാഫ്. മനസ്സിലായോ? നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. പാറു നെവർ ഫെൽറ്റ് ലോൺലിനെസ്. വാട്ട് കുഡ് ബി ദ റീസൺ? പാറു ഒരിക്കലും ലോൺലിനെസ്, ഏകാന്തത അനുഭവിച്ചിട്ടുണ്ടായിരുന്നില്ല, ഒറ്റയ്ക്കാണെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താ? അതിൻ്റെ ആൻസർ എന്താ? പാറു വാസ് ഓൾവേസ് വിത്ത് ഹെർ ഗ്രാൻഡ് മദർ ലൈക്ക് എ ഷാഡോ. പാറു എപ്പോഴും ഒരു നിഴൽ പോലെ ഗ്രാൻഡ് മദറിൻ്റെ കൂടെയാണ്. ദെൻ പാറുസ് ഫാദർ ഓൾസോ ഗേവ് ഹെർ എ ഗുഡ് കമ്പനി. അവളുടെ അച്ഛന് നല്ല കമ്പനി കൊടുത്തിട്ടുണ്ടായിരുന്നു. ദെൻ ഷീ ഡിഡൻറ്റ് ഫീൽ ലോൺലിനെസ്. പിന്നെ അവൾക്ക് ലോൺലിനെസ് ഫീൽ ചെയ്തിട്ട് ഒറ്റയ്ക്കാണെന്ന് തോന്നിയില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പിക്ക് ഔട്ട് 2 സെൻറ്റൻസസ് ഫ്രം ദ ടെക്സ്റ്റ് ദാറ്റ് ഡിസ്ക്രൈബ് ദ ഫീൽഡ്. വയലുകളെക്കുറിച്ച് വിവരിക്കുന്ന 2 സെൻറ്റൻസ് പിക്ക് ചെയ്യാനാണ് പറഞ്ഞ ടെക്സ്റ്റ് എന്ന്. ഏതൊക്കെയാണ് 2 സെൻറ്റൻസ്? ഇറ്റ് വാസ് കവേർഡ് വിത്ത് മഡി വാട്ടർ. എ വാം ബ്രീസ് മെയ്ഡ് റിപ്പിൾസ് ഓൺ ദ സർഫസ്. ഈ 2 സെൻറ്റൻസ് കൊടുത്താൽ തന്നെ ഡിസ്ക്രിപ്ഷനായി. വേണമെങ്കിൽ നമുക്ക് അടുത്തതും കൂടി കൊടുക്കാം. ദ എയർ വാസ് എലൈവ് വിത്ത് ദ കോൾ ഓഫ് ബേർഡ്സ് എന്ന സെൻറ്റൻസ് കൂടി കൊടുക്കാം. 2 സെൻറ്റൻസ് മതി. നെക്സ്റ്റ് പേജിൽ നമുക്കവർ ഞാറ് നടുന്ന പിക്ചർ കാണാം. ഗ്രാൻഡ് മദറും പാറുവും കൂടി മറ്റുള്ളവരുടെ കൂടെ, മറ്റ് കൃഷിക്കാരുടെ കൂടെ ഞാറ് നടുന്നത് കാണാം. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. ദേ ജോയിൻഡ് ദ ഫാമേഴ്സ് ഇൻ പ്ലാന്റിംഗ് ദ സീഡ്ലിങ്സ്. അവർ ആ കൃഷിക്കാരുടെ കൂടി ഞാറ് നടാൻ തുടങ്ങി. ദ ഫാമേഴ്സ് വർ ഹാപ്പി ടു സീ ദം. കൃഷിക്കാർക്ക് വളരെയധികം സന്തോഷമായി ഇവരെ കണ്ടപ്പോൾ. ദേ ബിഗാൻ ടു ഡു ദ വർക്ക് വിത്ത് ആഡഡ് എന്തൂസിയാസം. വർദ്ധിച്ച ആവേശത്തോടു കൂടി അവരവരുടെ ജോലി ചെയ്യാൻ തുടങ്ങി. നൗ പാറു ലുക്ക്ഡ് അറ്റ് ഹെർ ഗ്രാൻഡ് മദർ. പാറു ഇടയ്ക്ക് ഗ്രാൻഡ് മദറിനെ ഒന്ന് നോക്കി. ഷീ നോട്ടീസ്ഡ് ദാറ്റ് യച്ചുവമ്മ വാസ് ടയേർഡ്. യച്ചുവമ്മക്ക് നല്ല ക്ഷീണമുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. ദ ഗേൾ ആസ്ക്ഡ് ഹെർ ഇഫ് ഷീ ഷുഡ് ഫെച്ച് എൻ അംബ്രല. ഗ്രാൻഡ് മദറിന് വേണ്ടി ഒരു കുട കൊണ്ടുവരട്ടെ എന്ന് ആ കുട്ടി ചോദിച്ചു. വിത്ത് എ സ്മൈൽ ദി ഗ്രാൻഡ് മദർ ഡിക്ലൈൻഡ് ദ ഓഫർ. ഒരു പുഞ്ചിരിയോട് കൂടി ഗ്രാൻഡ് മദർ ആ ഓഫർ വേണ്ടെന്ന് വെച്ചു. പാറു ഹെൽഡ് ഹെർ ഗ്രാൻഡ് മദേഴ്സ് ഫ്രെയിൽ ഹാൻഡ് ടൈറ്റ് ആസ് ദേ വാക്ക്ഡ് ത്രൂ ദ ഫീൽഡ്. വയലിലൂടെ നടക്കുമ്പോൾ പാറു ഗ്രാൻഡ് മദറിൻ്റെ ദുർബലമായ കൈകൾ നല്ല ടൈറ്റാക്കിയിട്ട് പിടിച്ചു. ദ സൺ വാസ് ഗെറ്റിംഗ് ഹോട്ട്. സൂര്യന് ചൂട് കൂടി വരികയായിരുന്നു. യച്ചുവമ്മ നോട്ടീസ് ദാറ്റ് പാറു വാസ് സ്വെറ്റിംഗ്. യച്ചുവമ്മ ശ്രദ്ധിച്ചു, പാറു നന്നായി വേർക്കുന്നുണ്ടായിരുന്നു. ഗോ ഹോം ഡിയർ, ഇഫ് യു സ്റ്റേ ലൈക്ക് ദിസ് യു മേ ക്യാച്ച് എ കോൾഡ്. യു നോ ഐ എം യൂസ് ടു ദിസ് ഹീറ്റ്, ദ ഗ്രാൻഡ് മദർ ടോൾഡ് പാറു. നീ വീട്ടിലേക്ക് പോയിക്കോ കുഞ്ഞേ, നീ ഇതുപോലെ നിന്നാൽ നിനക്ക് ജലദോഷം പിടിക്കും. നിനക്കറിയാലോ എനിക്ക് ഈ ചൂടൊക്കെ നല്ല ശീലമാണെന്ന് ഗ്രാൻഡ് മദർ പാറുവിനോട് പറഞ്ഞു. നോ ഐ വാണ്ട് ടു ബി വിത്ത് യു. ഇല്ല, എനിക്ക് നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കണം, ഞാൻ പോവില്ല. പാറു റിപ്ലൈഡ്. പാറു പറഞ്ഞു, ഓ വാട്ട് എ നോട്ടി ഗേൾ, എന്തൊരു വികൃതി കുട്ടിയാണ്. യു ഹാവ് ഓൾവേസ് ബീൻ ലൈക്ക് ദിസ്. നീ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. ഗ്രാൻഡ് മാ വിസ്പേർഡ് ലവിംഗ്ലി. ഗ്രാൻഡ് മാ വളരെ സ്നേഹത്തോടെ പിറുപിറുത്തു. ദേ കണ്ടിന്യൂ ടു വാക്ക്. അവർ നടത്തം തുറന്നു. ക്വസ്റ്റ്യൻ നോക്കാം. വൈ വർ ദ ഫാമേഴ്സ് ഹാപ്പി? എന്തുകൊണ്ടാണ് കൃഷിക്കാർക്ക് സന്തോഷമായത്? എന്തുകൊണ്ടാ? ദ ഫാമേഴ്സ് വർ ഹാപ്പി ബിക്കോസ് പാറു ആൻഡ് ഹെർ ഗ്രാൻഡ് മദർ ജോയിൻഡ് ദം ഇൻ പ്ലാന്റിംഗ് ദ സീഡ്ലിങ്സ്. ഞാറ് നടുന്നതിൽ പാറുവും അവളുടെ ഗ്രാൻഡ് മദറും അവരുടെ കൂടെ കൂടിയതുകൊണ്ടാണ് അവർക്ക് സന്തോഷമായത്, അല്ലേ? നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. സ്റ്റാൻഡിങ് ഇൻ ദ ഹോട്ട് സൺ യച്ചുവമ്മ ടോക്ക്ഡ് അബൌട്ട് ഫാമേഴ്സ് ആൻഡ് ദെയർ മെത്തേഡ്സ് ഓഫ് ഫാമിംഗ്. നല്ല ചൂടുള്ള വെയിലത്ത് നിന്നുകൊണ്ട് തന്നെ യച്ചുവമ്മ കൃഷിക്കാരെയും അവരുടെ കൃഷി രീതികളെയും കുറിച്ച് സംസാരിച്ചു. ഡു യു നോ ഹൗ ഡിയർ ദീസ് ഫാമേഴ്സ് ആർ ടു അസ്? നിനക്കറിയോ ഈ കൃഷിക്കാർ നമുക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതാണെന്ന്? ദെയർ ഹാർട്ട്സ് ആർ ഫിൽഡ് വിത്ത് ലവ്.
അവരുടെ ഹൃദയം നിറയെ സ്നേഹമാണ്. എച്ചുവമ്മ പറഞ്ഞു, സെഡ് എച്ചുവമ്മ. യു നോ ഫാളൻ ഫ്ലവേഴ്സ്, ലീവ്സ് ആൻഡ് ഡെഡ് ഇൻസെക്ട്സ് ഡീക്കേ ഇൻ ദ സോയിൽ. നിനക്കറിയാമോ, കൊഴിഞ്ഞു പോകുന്ന ഇലകളും പൂക്കളും ചത്തുപോകുന്ന പ്രാണികളെല്ലാം മണ്ണിൽ കിടന്ന് അലിയും. ഇറ്റ് ഈസ് ഗുഡ് മാനർ ഫോർ പ്ലാന്റ്സ്. അത് നല്ല വളമാണ് പ്ലാന്റ്സിന്, ചെടികൾക്ക് നല്ല വളമാണ്. ഷീ ആഡഡ്, അവർ കൂട്ടിച്ചേർത്തു. ഷീ ബിക്കെയിം സൈലൻറ്റ് ഫോർ എ വൈൽ ആൻഡ് കണ്ടിന്യൂഡ്. ഒരു നിമിഷത്തേക്ക് സൈലൻ്റ് ആയതിനു ശേഷം അവർ തുടർന്നു. ദ പാഡി ഫീൽഡ്സ് ആർ ഗ്രാജുവലി ഡിസപ്പിയറിംഗ് ദീസ് ഡേയ്സ്. ഇപ്പോൾ നെൽവയലുകളെല്ലാം അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഷീ സെഡ് വിത്ത് എ സൈ. ഒരു ദീർഘനിശ്വാസത്തോടുകൂടി പറഞ്ഞു. ഷീ ടുക്ക് എ ബഞ്ച് ഓഫ് പാഡി പ്ലാന്റ്സ് ആൻഡ് ഹെൽഡ് ഇറ്റ് ക്ലോസ് ടു ഹെർ ചെസ്റ്റ്. ഗ്രാൻഡ്മ ഒരു കെട്ട് ഞാറെടുത്തു, എന്നിട്ട് അവരുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഷീ സ്റ്റാർട്ടഡ് എ മെലോഡിയസ് ഫോക്ക് സോങ്. എന്നിട്ട് അവർ നല്ല മെലോഡിയസ് ആയിട്ടുള്ള കേൾക്കാൻ രസമുള്ള ഒരു നാടോടി പാട്ട് ക്വസ്റ്റ്യൻ വായിക്കാം. വാട്ട് ഈസ് ഗുഡ് മാനർ ഫോർ പ്ലാന്റ്സ്? എന്താണ് ചെടികൾക്ക് നല്ല വളമായിട്ടുള്ളത്? ആൻസർ: ഫാളൻ ഫ്ലവേഴ്സ്, ലീവ്സ് ആൻഡ് ഡെഡ് ഇൻസെക്ട്സ് വിച്ച് ആർ ഡീക്കേഡ് ഇൻ ദ സോയിൽ ഈസ് എ ഗുഡ് മാനർ ഫോർ പ്ലാന്റ്സ്. കൊഴിഞ്ഞുപോയ ഇലകളും പൂക്കളും പിന്നെ ചത്തുപോയ പ്രാണികളും മണ്ണിൽ കിടന്ന് അലിഞ്ഞ ശേഷം ഉണ്ടാകുന്ന വേസ്റ്റാണ് ചെടികൾക്ക് നല്ല വളമായിട്ട് മാറുന്നത്. അതിനെയാണ് നമ്മൾ കമ്പോസ്റ്റ് എന്ന് പറയാം. നമുക്ക് ആ പിക്ചറിൽ കാണാം, ഗ്രാൻഡ് മദർ ഞാറെടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ച് വയലിൽ നിൽക്കുന്നതായിട്ട് കാണാം. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. ദ സ്വീറ്റ് മെലഡി എക്കോഡ് ഇൻ ദ ഫീൽഡ്. എച്ചുവമ്മ പാടിയ ആ പാട്ട് വയലിലെങ്ങും പ്രതിധ്വനിക്കുന്നുണ്ടായിരുന്നു. പാറു വാസ് വെരി മച്ച് ഇമ്മേഴ്സ്ഡ് ഇൻ ദ സോങ്. പാറു ആ പാട്ടിൽ നന്നായി മുഴുകിയിരിക്കുകയാണ്. സഡൻലി ഷീ തോട്ട് അബൌട്ട് ഹെർ ഫാദർ. പെട്ടെന്ന് തന്നെ അവൾ അച്ഛനെക്കുറിച്ച് ചിന്തിച്ചു. ഷീ ലുക്ക്ഡ് ബാക്ക് ടുവേർഡ്സ് ഹെർ ഹോം. അവൾ അവളുടെ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കി. വണ്ടറിങ് ഇഫ് ഹെർ ഫാദർ ഹാഡ് റിട്ടേൺഡ്. അച്ഛൻ തിരിച്ചു വന്നോ എന്ന സംശയത്തിൽ അവൾ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കി. ഷീ ന്യൂ വെരി വെൽ ദാറ്റ് ഹി വുഡിൻറ്റ് അലൗ ഹിസ് ഓൾഡ് മദർ ടു സ്റ്റാൻഡ് ഫോർ സോ ലോങ് ഇൻ ദ സൺ. അവൾക്ക് നന്നായിട്ട് അറിയാം, അച്ഛനൊരിക്കലും അച്ഛൻ്റെ ഈ പ്രായം ചെന്ന അമ്മയെ ഇത്ര നേരം വെയിലത്ത് നിൽക്കാൻ അനുവദിക്കില്ല, നന്നായിട്ട് അറിയാം. എച്ചുവമ്മ വാസ് 68. എച്ചുവമ്മയ്ക്ക് 68 വയസ്സായിട്ടുണ്ട്. ബട്ട് ഹെർ സ്പിരിറ്റ്സ് റിമെയിൻഡ് സ്ട്രോങ്. പക്ഷെ അവരുടെ മനസ്സ് നല്ല സ്ട്രോങ് ആണ്, സ്പിരിറ്റ് നല്ല സ്ട്രോങ് ആണ്. എച്ചുവമ്മ വാസ് എഗെയിൻ ബിസി വിത്ത് ദ വർക്ക്. എച്ചുവമ്മ വീണ്ടും തിരക്കിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നു. സൂൺ ഷീ ഫെൽറ്റ് എ ജെൻറ്റിൽ ടച്ച് ഓൺ ഹെർ ഷോൾഡർ. പെട്ടെന്ന് അവളുടെ ഷോൾഡറിൽ അവർക്ക് ഒരു ജെൻറ്റിലായിട്ടുള്ള ഒരു മൃദുവായിട്ടുള്ള സ്പർശം അനുഭവപ്പെട്ടു. ഇറ്റ് വാസ് പാറൂസ് ഫാദർ. അത് പാറുവിൻ്റെ അച്ഛനായിരുന്നു. ഹീ ജെൻറ്റ്ലി ഹെൽഡ് ഹെർ ഹാൻഡ് ആൻഡ് സെഡ്, അമ്മ, ഇറ്റ്സ് ഗെറ്റിംഗ് വെരി ഹോട്ട്. ഇഫ് യു സ്റ്റേ ഔട്ട് ഇൻ ദ ഹോട്ട് സൺ യു വിൽ ബി ടോട്ടലി എക്സോസ്റ്റഡ്. ലെറ്റ്സ് ഗോ ഹോം. അമ്മ, നല്ല ചൂടാണ്, വെയിലിന് നല്ല ചൂട് കൂടി വരികയാണ്. അമ്മ ഇനിയും ഇങ്ങനെ വെയിലത്ത് നിന്നാൽ അമ്മയ്ക്ക് എന്തെങ്കിലും അസുഖം വരും, ക്ഷീണിച്ചു പോകും, നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് പറയുന്നു. ബട്ട് എച്ചുവമ്മ ലുക്ക്ഡ് അറ്റ് ഹിം വിത്ത് എ ടെൻഡർ സ്മൈൽ ആൻഡ് റിപ്ലൈഡ്, ദ ഫാം ഈസ് മൈ ഹോം ഡിയർ, ഐ എം ക്വൈറ്റ് ഫൈൻ ഹിയർ. പക്ഷേ എച്ചുവമ്മ എന്നെ നോക്കിയൊരു ഇളം പുഞ്ചിരിയോടെ പറഞ്ഞു, ഈ ഫാം തന്നെയാണ് മോനെ എൻ്റെ വീട്, ഞാനിവിടെ ഫൈനാണ്, എനിക്ക് സുഖമാണ് ഇവിടെ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഈ പാരഗ്രാഫ് എല്ലാവർക്കും മനസ്സിലായോ? നമുക്ക് ക്വസ്റ്റ്യൻ നോക്കിയാലോ. ദ ഗ്രാൻഡ് മദർ സെഡ് ദാറ്റ് ദ ഫാം വാസ് ഹെർ ഹോം. വൈ ഡിഡ് ഷീ സേ സോ? ഗ്രാൻഡ് മദർ പറഞ്ഞു, ഈ ഫാം തന്നെയാണ് എൻ്റെ വീട്. എന്തുകൊണ്ടായിരിക്കും അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക? ദ ഗ്രാൻഡ് മദർ ഈസ് വെരി ഫെമിലിയർ ആൻഡ് ക്വൈറ്റ് ഫൈൻ ഇൻ ദ ഫീൽഡ്, സോ ഷീ സെഡ് ദാറ്റ് ദ ഫാം വാസ് ഹെർ ഹോം. അവർക്ക് നല്ല പരിചയമുള്ള സ്ഥലമാണ് ആ വയൽ, പിന്നെ അവിടെ നിന്ന് ജോലി ചെയ്യുക എന്നുള്ളത് അവർക്ക് വളരെ സുഖമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഗ്രാൻഡ് മദർ പറഞ്ഞു, ഇത് തന്നെയാണ്, ഫാം തന്നെയാണ് എൻ്റെ വീട്, കൃഷിസ്ഥലം തന്നെയാണ് എൻ്റെ വീടെന്ന് പറഞ്ഞു. നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക് പോവാം. ലാസ്റ്റ് പാരഗ്രാഫ്. ദ ഡേയ്സ് എക്സ്പീരിയൻസ് മൂവ്ഡ് പാറു ഡീപ്ലി. ഷീ ഹാഡ് ലേൺഡ് മെനി തിങ്സ്. ആ ദിവസത്തെ എക്സ്പീരിയൻസ് പാറുവിനെ ഒരുപാട് സ്വാധീനിച്ചു. അവൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഷീ അണ്ടർസ്റ്റുഡ് ദ ന്യൂ വേയ്സ് ഓഫ് ഫാമിംഗ്. കൃഷിയുടെ പുതിയ വഴികളെക്കുറിച്ചെല്ലാം അവൾ മനസ്സിലാക്കി. ഷീ ബിക്കെയിം അവെയർ ഓഫ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫാമേഴ്സ്. കൃഷിക്കാരുടെ പ്രാധാന്യത്തെക്കുറിച്ച് അവൾ നല്ല ബോധമുള്ളവളായി മാറി, അവെയറായി. ഷീ ഫെൽറ്റ് ദ വാംത്ത് ഓഫ് മദർ എർത്ത് ബിനീത്ത് ഹെർ ഫീറ്റ്. അവൾക്ക് മദർ എർത്തിൻ്റെ, നമ്മുടെ ഭൂമി എന്ന അമ്മയുടെ സ്നേഹത്തിൻ്റെ ചൂട് അവൾക്ക് ഫീൽ ചെയ്തു, അവൾക്ക് മനസ്സിലായി. അവളുടെ കാലിനടിയിൽ അമ്മയുടെ സ്നേഹത്തിൻ്റെ, മദർ എർത്തിൻ്റെ സ്നേഹത്തിൻ്റെ ചൂട് അവൾക്ക് ഫീൽ ചെയ്തു. ഫോർ എ മൊമെൻറ്റ് ഷീ തോട്ട് ഓഫ് ഹെർ മദർ. ഒരു നിമിഷം അവൾ അവളെ അമ്മയെക്കുറിച്ച് ചിന്തിച്ചു. ഷീ ഫെൽറ്റ് ഹെർ മദേഴ്സ് പ്രസൻസ് ബിസൈഡ് ഹെർ. അവളുടെ തൊട്ടടുത്ത് അവളുടെ അമ്മ നിൽക്കുന്നത് പോലെ അവൾക്ക് തോന്നി. അമ്മയുടെ ഒരു പ്രസൻസ്, അമ്മയുടെ സാന്നിധ്യം അവളുടെ അടുത്ത് ഉള്ളതുപോലെ അവൾക്ക് ഫീൽ ചെയ്തു. ഷീ ലേ ഓൺ ദ ഗ്രൗണ്ട് ലൈക്ക് എ ചൈൽഡ് ഇൻ എ മദേഴ്സ് ലാപ്പ്. അവൾ ഗ്രൗണ്ടിൽ നിലത്ത് കിടന്നു, മണ്ണിൽ കിടന്നു, ഒരു കുഞ്ഞ് അമ്മയുടെ മടിയിൽ കിടക്കുന്നത് പോലെ അവൾ ആ നിലത്ത് കിടന്നു. അഡാപ്റ്റഡ് ഫ്രം ദ നോവൽ നഷ്ടസ്മൃതിയുടെ കാലം.
നഷ്ടസ്മൃതിയുടെ കാലം എന്ന നോവലിൽ നിന്ന് എടുത്തതാണ് ഈ പാഠഭാഗം. ഈ സ്റ്റോറി കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടോ? ഇവിടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നു, സജസ്റ്റ് അനദർ ടൈറ്റിൽ ഫോർ ദ സ്റ്റോറി. ഈ കഥയ്ക്ക് മറ്റൊരു ടൈറ്റിൽ സജസ്റ്റ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടൊരു ടൈറ്റിൽ കൊടുക്കാം, ഈ കഥയ്ക്ക് പറ്റിയ ഒരു ടൈറ്റിൽ കൊടുക്കാം. ഇനി നമുക്ക് ഓഥറിനെ കുറിച്ച് നോക്കാം. എബൌട്ട് ദ ഓഥർ. ഡോക്ടർ കെ പി സുധീര ഈസ് എ മലയാളം റൈറ്റർ ഫ്രം കേരള. ഡോക്ടർ കെ പി സുധീര ഒരു മലയാളം എഴുത്തുകാരിയാണ്, കേരളത്തിൽ നിന്നുള്ള. ഷി ഹാസ് പബ്ലിഷ്ഡ് മെനി വർക്ക്സ്, ഒരുപാട് വർക്കുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, ഇൻക്ലൂഡിംഗ് നോവൽസ്, പോയട്രി, ട്രാവലോഗ്സ്, ബയോഗ്രഫീസ്, മെമ്മയേഴ്സ് ആൻഡ് ചിൽഡ്രൻസ് ലിറ്ററേച്ചർ. ഒരുപാട് നോവലുകളും കവിതകളും യാത്രാവിവരണങ്ങളും ജീവചരിത്രങ്ങളും ഓർമ്മക്കുറിപ്പുകളും പിന്നെ ബാലസാഹിത്യ കൃതികളും അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മെനി ഓഫ് ഹെർ വർക്ക്സ് ഹാവ് ബീൻ ട്രാൻസ്ലേറ്റഡ് ടു വേരിയസ് ലാംഗ്വേജസ്. ഒരുപാട് ഭാഷകളിലേക്ക് അവരുടെ കൃതികൾ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. ഷീ വൺ ദ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഇൻ 2022. 2022 കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയത് ഇവരാണ്, കെ പി സുധീരയാണ്. ഇതിന് താഴെയായിട്ട് ഗ്ലോസറി കൊടുത്തിട്ടുണ്ട്, വേർഡ്സിൻ്റെ മീനിങ് കൊടുത്തിട്ടുണ്ട്. കൂട്ടുകാർ വായിച്ചു മനസ്സിലാക്കുക. കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂട്ടോ. ബൈ.